വൈദിക സംസ്കൃതത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങൾ അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും വൈദിക സംസ്കൃതം അറിയാമെന്നും പറയണം. ഒന്നാമത്തെ പദം ഓം എന്നാണ്. രണ്ടാമത്തെ പദം അഥ എന്നാണ്. ഓം എന്ന് പ്രയോഗിക്കാത്ത ഒരു മന്ത്രവുമില്ല. എല്ലാം ആരംഭിക്കുമ്പോഴും പ്രണവം എന്നാണ് പറയുന്നത്. ഓം നമ സച്ചിദാനന്ദരൂപായ ഓം. അങ്ങനെ എന്ത് തുടങ്ങുമ്പോഴും ഓമിലാണ് ആരംഭിക്കുന്നത്. അഥ പ്രഥമോധ്യായ, അഥ ദ്വിതീയോധ്യായ, അഥ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പ്രാരംഭ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓം എന്ന പദം, അഥ എന്ന പദം, ഇവിടെ ആരംഭിക്കാനാണ് അഥ എപ്പോഴും ഉപയോഗിക്കാറ്. ഓമിലാണ് ബ്രഹ്മസങ്കല്പം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് ഓം, അല്ലെങ്കിൽ ശബ്ദമാണ് ഓം. അപ്പോൾ ഓമിലാണ് എല്ലാം ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ രണ്ടും എങ്ങനെ ഉത്ഭവിച്ചു, എങ്ങനെ മംഗളപദങ്ങളായി മാറി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓംകാരശ്ചാധ ശബ്ദശ്ച ദ്വാവേതോ ബ്രഹ്മണപുര കണ്ഠം ഭിത്വാ വിനിര്യാതോ തേന മാംഗളികാവുഭോ. ഓംകാരവും അഥ എന്ന ശബ്ദവും ബ്രഹ്മാവിൻ്റെ കണ്ഠം ഭേദിച്ച് പുറത്തു വന്ന പദങ്ങളാണ്. അതുകൊണ്ടാണ് അത് മാംഗളിക ശബ്ദങ്ങളായിട്ട്, മംഗള ശബ്ദങ്ങളായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ വൈദിക സംസ്കൃതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ഇവ. ഇനി അടുത്തത് വൈദിക സംസ്കൃതം വൈദിക കാലഘട്ടമെന്നും സൂത്ര കാലഘട്ടമെന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. വൈദിക കാലഘട്ടത്തിൽ സംഹിത, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ ഇവയാണ്. സൂത്രകാലഘട്ടത്തിലാണ് വേദാംഗങ്ങൾ വരുന്നത്. ഈ രണ്ട് കാലഘട്ടത്തെക്കുറിച്ചും വൈദിക സംസ്കൃതം പഠിക്കുമ്പോഴും മനസ്സിലാക്കാനുണ്ട്. പിന്നെ പ്രധാനമായി നമ്മൾ അറിയേണ്ടത് വേദത്തിൻ്റെ മറ്റൊരു പദം ശ്രുതി എന്നാണ് വേദത്തെ പറയാറുള്ളത്. ശ്രീരാമ രാജസന്നിധിയിൽ കുശലവന്മാർ എത്തിയ ആ സന്ദർഭം ഭോജരാജൻ രാമായണം ചമ്പുവിൽ പറയുന്നത് ഉപാകൃതോ മിളിത പരസ്പരോപമോ ബഹുശ്രുതോ ശ്രുതി മധുരസ്വരാന്വിതോ. അവരുടെ ഗാനം, അവർ രാമായണം ചൊല്ലുന്നത്, വാൽമീകി രാമായണം എഴുതി അവരെ പഠിപ്പിച്ച് അവരാണ് രാമായണം ശ്രീരാമസന്നിധിയിൽ ചൊല്ലുന്നത്, ആദ്യമായി ചൊല്ലുന്നത്. അപ്പോൾ അവര് ചൊല്ലുന്ന അവസ്ഥയാണ് ശ്രുതി മധുരസ്വര, ബഹുശ്രുതോ ശ്രുതി മധുരസ്വരാന്വിതോ. വേദം പോലെ അത്രയും മധുരമായ രീതിയിലാണ് അവർ രാമായണം ചൊല്ലിയത് എന്നാണ് പറയുന്നത്. അപ്പം ശ്രുതി ഏറ്റവും മനോഹരമായ കേൾവിയാണ്. അപ്പം 2-3 തരത്തിൽ അതിനെ അർത്ഥം പറയാറുണ്ട്. ഒന്ന്, കേട്ട്, ആദ്യകാലത്തിൽ അത് എഴുതപ്പെട്ടില്ല, വേദങ്ങൾ എഴുതപ്പെട്ടതായിരുന്നില്ല, കേട്ട് പരിചയിച്ചത് കൊണ്ടാണ്. മറ്റൊന്ന്, വേദത്തെ കേൾക്കാത്തവർ, കേൾക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള വിഷയം എന്നർത്ഥത്തിലും ശ്രുതി എന്ന് പറയാറുണ്ട്. പിന്നെ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ശ്രുതി മധുരമെന്നും, ശ്രുതി ആണ് സംഗീതത്തിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ക്ലാസിക്കൽ മ്യൂസിക്കിനൊക്കെ ശ്രുതി ഉണ്ടോയെന്നാണ് നോക്കുക. അപ്പോൾ ആ ശ്രുതിയാണ്. ആ ശ്രുതി എന്നുള്ള പദം പോലും വേദത്തിൽ നിന്ന് വന്നതാണ്. ശരിക്കും ചിട്ടയായിട്ടുള്ള രൂപത്തിൽ സ്വരം വരുന്നതാണ്. അപ്പം അതും ഈ വേദം എന്നുള്ള, വേദത്തിൻ്റെ ശ്രുതി എന്നുള്ള അർത്ഥത്തിൽ നിന്നും വന്നതാണ്. അപ്പോൾ സ്വരവിജ്ഞാനമാണ് ശരിക്കും ശ്രുതി എന്ന് പറയുന്നത്. അത് പിംഗളസൂത്രത്തിൽ എങ്ങനെയുള്ള സ്വരങ്ങളാണ് എന്ന് വളരെ
വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിഷാദർഷഭ ഗാന്ധാര ഷഡ്ജ മധ്യമ ദൈവത പഞ്ചമശ്ചേത്യമീ സപ്തതന്ത്രി കണ്ഠോത്ഥിതാസ്വര. നിഷാദം, ഋഷഭം, ഗാന്ധാരം, ഷഡ്ജം, മധ്യമം, ദൈവതം, പഞ്ചമം, ഇങ്ങനെ 7 സ്വരങ്ങൾ. സരിഗമ പധനി. അപ്പോൾ ആ 7 സ്വരങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വരവിജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ശ്രുതി കൃത്യമായ ഉച്ചാരണത്തോടുകൂടെ പറയാൻ കഴിയുക എന്നതാണ്. അപ്പം വേദം അത് നിഷ്കർഷിക്കുന്നുണ്ട്. വേദം ചൊല്ലുന്ന ആൾക്കാർ ശ്രുതി ശുദ്ധമായിട്ടും ശ്രുതി മധുരമായിട്ടും അത് ഉച്ചരിക്കണം എന്ന് പറയുന്നുണ്ട്. വേദം ഉച്ചരിക്കുന്നതിന് സമ്പ്രദായങ്ങളുമുണ്ട്. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളാണ്. ഉദാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലുവാദിഷു സഭാഗേഷു സ്ഥാനേഷു നിഷ്പന്നാച്ച് ഉദാത്ത സംസ്യാത്. താലു മുതലായ എണ്ണാക്ക്, പല്ല്, അതുപോലെ ചുണ്ട് മുതലായ ഭാഗങ്ങളിൽ മുകൾ ഭാഗത്തായി മുകളിലായിട്ട് നിഷ്പന്നമായിരിക്കുന്ന സ്വരം ഉദാത്തവും, അധോഭാഗേ നിഷ്പന്നാച്ച് അനുദാത്ത സംജ്ഞ. താഴെ കീഴ്ഭാഗത്തിൽ നിഷ്പന്നമായിരിക്കുന്ന സ്വരം അനുദാത്തവും, രണ്ടും ചേർന്നത് സ്വരിതവുമാണ്. ചില സ്ഥലത്ത് ഏകസ്വരമായിട്ടും ഏകശ്രുതിസ്വരമായിട്ടും വരാറുണ്ട്. ഋഗ്വേദത്തിൽ തന്നെ ആദ്യത്തെ മന്ത്രം അഗ്നിമീളേ പുരോഹിതം എന്നാണ്. അപ്പോൾ അഗ്നി എന്നുള്ളതിലെ ആ അഗ്നിമീളെ എന്നുള്ള ആ അനുദാത്തമാണ്. ഗ്നി എന്നുള്ളത് ഉദാത്തമാണ്. മീ എന്നുള്ളത് സ്വരിതമാണ്. ഡേ എന്നുള്ളത് അല്ലെങ്കിൽ ലേ എന്ന് പറയുന്നത് ഏകശ്രുതിസ്വരമാണ്. ഉദാത്തത്തെ അനുദാത്തത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേദപുസ്തകങ്ങൾ, നമുക്ക് ലഭിക്കുന്ന വേദപുസ്തകങ്ങളിലൊക്കെ അടിയിൽ നേർവരയിട്ടിട്ടുണ്ടാകും. ഉദാത്തത്തിന് വരയിട്ടിട്ടുണ്ടാവില്ല. സ്വരിതമാകുമ്പോൾ മേലോട്ടായിട്ടുള്ളൊരു വര ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഏകശ്രുതി, അപ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് വേദം എങ്ങനെ ശുദ്ധമായും ശ്രുതിമധുരമായിട്ടും ചൊല്ലണമെന്ന് മനസ്സിലാക്കേണ്ടത്. ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകവ്യാകരണത്തിൻ്റെ പിതാവായ പാണിനി മഹർഷി ജനിച്ചത്. പാണിനി മഹർഷിയാണ് ആ സംസ്കൃത ഭാഷയെ സംസ്കരിച്ചിട്ടാണ് പിന്നീടുള്ള സംസ്കൃതം ഉണ്ടായിട്ടുള്ളത്. ആ സംസ്കൃതവും വൈദിക സംസ്കൃതവും തമ്മിൽ വ്യാകരണപരമായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. പല പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങളെക്കാളും സാമ്യവുമുണ്ട്. സാധാരണ നിന്നെ എന്നുള്ളതിനെ ത്വാം, ത്വാ 2 പദങ്ങളുണ്ട്. ഇതിൽ ത്വാം എന്ന് സാധാരണ സംസ്കൃതത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ത്വാം എന്നും ത്വാ എന്നും വൈദിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നു. അപ്പം തൃതീയ വിഭക്തി ബഹുവചനത്തിൽ കർണൈ എന്ന് ലൗകിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പോൾ വൈദിക സംസ്കൃതത്തിൽ കർണേഭി എന്ന് പ്രയോഗിക്കുന്നു. ഭദ്രം കർണേഭി ശൃണുയാമദേവാഹ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പം അതാണ് ഈ 2 സംസ്കൃതവും തമ്മിലുള്ള വ്യത്യാസം. ലൗകിക സംസ്കൃതമാകുമ്പോൾ, ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുമ്പോൾ സംസ്കരിച്ച ഭാഷയാണ്. ആ ഭാഷയുടെ ഒട്ടേറെ പ്രത്യേകതകളെ കുറിച്ച് പിന്നീടുള്ള എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ആ ഭാഷ നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കാനുള്ള അവസരം കൂടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.